3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, തൈര് 3 ടേബിൾ സ്പൂൺ എന്നിവ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം മസാല പുരട്ടിയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കരുത് കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി ഒന്നുകൂടി അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചിക്കൻ ചെറിയ കഷ്ണമായി മുറിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും, 1/4 കപ്പ് തക്കാളി ചെറുതായി അരിഞ്ഞതും, 1/4 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു 4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് പുക വരുന്നുണ്ട്. ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പാത്രം അടച്ചു കൊടുക്കേണ്ടതാണ്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാൽ കൂടി ചേർക്കാം. 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 4 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് അടിച്ചു വെക്കാം. ഈ ഒരു പാകത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. നന്നായിട്ട് ലൂസ് ആകരുത് കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ഓയിലൊന്ന് തടവി കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ടിക്ക മസാലയുടെ 1/4 ഭാഗം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആ ഭാഗം ഏറ്റവും അവസാനം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിന് മൂടി വെച്ച് 2 മിനിറ്റ് ആദ്യം വേവിച്ചെടുക്കേണ്ടതാണ്. ഡയറക്റ്റ് ആയിട്ട് വെക്കരുത്. പഴയ ദോശക്കല്ലുണ്ടെങ്കിൽ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഈ പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് വേണം 2 മിനിറ്റ് വേവിച്ചെടുക്കാൻ. പാത്രത്തിൻ്റെ അടുപ്പിന് വല്ല ദ്വാരമുണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ടതാണ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. ബാക്കി വന്നിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി
ഇനി കുറച്ച് കാപ്സിക്കവും തക്കാളിയും നീളത്തിൽ അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മെല്ലെ പ്രസ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കണം. മൂടി വെച്ച് 30 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അതിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ വെന്തു എന്നർത്ഥം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് മുറിച്ച് നോക്കാം. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.